എന്തൊക്കെയോ തരം കിളികളുടെ മനോഹരമായ പാട്ടുകളാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ കേട്ടത്. ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും കേരളത്തിൽ ഇതേപോലൊരു കൂട്ടായ്മ നടന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി കഴിയും. ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് നിരവധി വിദ്യാർത്ഥികൾ അവരുടെ രചനകൾ എൻ്റെ വീട്ടിലോ ഓഫീസിലോ കൊണ്ടുവന്ന് എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. ഇത്ര രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന അവസരത്തിൽ തന്നെ കലാവാസന, അതുപോലെ തന്നെ എഴുതുന്നതിന് വേണ്ടിയുള്ള കഴിവും ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശേഷിയും ഇത് ഉണ്ടാവുക എന്നത് അത്യപൂർവമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ ശ്രീ പ്രഭാവർമ്മയോട് പറയുകയായിരുന്നു, പ്രഭാവർമ്മയ്ക്കും ഓണക്കൂർ സാറിനും OMV സാറിനും ടി പത്മനാഭൻ സാറിനും ഒക്കെ ശേഷം നമ്മുടെ നാട്ടിലെ വളർന്നു വരേണ്ട കലാകാരന്മാരാണ്, എഴുത്തുകാരാണ് ഈ വേദിയിലിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രഭാവർമ്മയോട് പറയുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു ചരിത്ര സംഭവത്തിനാണ് തുടക്കം കുറിക്കുന്നത് എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവനയ്ക്കും സർഗാത്മകതയ്ക്കും ചിറകുകൾ നൽകുന്ന ഒരു പുതിയ പദ്ധതി കുട്ടികളുടെ സാഹിത്യോത്സവം ആണെന്നിവിടെ ആരംഭിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ഞാൻ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. 1ാം ക്ലാസ്സുകാരനായ കുരുന്നുകളുടെ ഡയറി കുറിപ്പുകൾ എഡിറ്റ് ചെയ്ത് കുരുന്നെഴുത്തുകൾ എന്ന പേരിൽ വകുപ്പ് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം വളരെ വലുതായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഒരു സംസ്ഥാനതല പുസ്തകോത്സവം സംഘടിപ്പിക്കണമെന്ന ചിന്ത വന്നത്. ആ ആശയത്തെ കൂടുതൽ വിപുലീകരിച്ചാണ് കുട്ടികളുടെ സാഹിത്യോത്സവം എന്ന ഈ വലിയ പരിപാടിക്ക് നാം ഇന്നിവിടെ രൂപം നൽകിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ അക്ഷരക്കൂട്ട് എന്ന പേരിലാണ് ഈ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും 2 ദിവസമാണ്. തിരുവനന്തപുരം കനകക്കുന്ന്, ജവഹർ ബാലഭവൻ, മൺവള എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായി ഈ അക്ഷരോത്സവം അരങ്ങേറുകയാണ്. കുട്ടികൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും അവർക്കായി സാഹിത്യശില്പശാലകളും പ്രമുഖ എഴുത്തുകാരുമായുള്ള സംവാദങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സാഹിത്യരചനയിൽ തൽപരരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതുമാണ് ഈ പദ്ധതിയുടെ നാം ലക്ഷ്യം ഇടുന്നത്. പുസ്തകങ്ങൾ രചിച്ച 140ഓളം വിദ്യാർത്ഥികളാണ് ഈ സാഹിത്യോത്സവത്തിൽ മുഴുവൻ സമയ പങ്കാളികളായി എന്ന് അറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ സാഹിത്യോത്സവത്തിന് മറ്റ് സാഹിത്യോത്സവങ്ങൾ കാണാത്ത ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന ഓരോ പുസ്തകവും എഴുത്തുകാരായ അധ്യാപകർ വായിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ മെൻ്റർ ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ ഈ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ വിശകലനം പൊതുവേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ കുരുന്ന പ്രതിഭകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമായിരിക്കും. ഇങ്ങനെയൊരു സംരംഭം ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നമ്മുടെ കുട്ടികളുടെ സർഗശേഷിയെ ഓരോ വർഷവും പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് സ്ഥിരമായ ഒരു വേദി ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനാൽ ഈ ചരിത്രപരമായ മുഹൂർത്തത്തിൽ ഏറെ സന്തോഷത്തോടെ ഞാൻ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തുകയാണ്. ഈ അധ്യയന വർഷം നാം തുടക്കം കുറിക്കുന്ന അക്ഷരക്കൂട്ട് എന്ന ഈ കുട്ടികളുടെ സാഹിത്യോത്സവം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയായിരിക്കും. ഇത് നമ്മുടെ കുട്ടി എഴുത്തുകാർക്ക് സർക്കാർ നൽകുന്ന ഒരു ഉറപ്പാണ്. ഓരോ വർഷവും പുതിയ എഴുത്തുകാർക്ക് ഈ വേദിയിൽ ഇടം നൽകും. അവരുടെ കഴിവുകൾ നാം ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കും. ഈ മഹത്തായ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ അക്ഷരക്കൂട്ട് എന്ന പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്.
നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ വേദിയിലുണ്ട്, ഉമേഷ് IAS. അദ്ദേഹം അടുത്ത കാലം വരെ കളക്ടറായിരുന്നതാണ്, എറണാകുളം. അദ്ദേഹം നല്ല വായനക്കാരനും എഴുത്തുകാരനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുമെന്ന കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ പ്രഭാവർമ്മ ഉണ്ട്, രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. നമ്മുടെ സാറുണ്ട്. അങ്ങനെ വേദിയിൽ ഇരിക്കുന്ന 2-3 ആൾക്കാർ ഉണ്ട്. അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇങ്ങോട്ടും പറയാൻ ഉണ്ടായിരിക്കും. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, വായനയ്ക്ക് ഈ വർഷം മുതൽ ഗ്രേസ് മാർക്ക് 10 മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നതല്ല ആരെയും. മലയാള അക്ഷരമാല ഒരു പുസ്തകത്തിലുമില്ല. അക്ഷരമാല പിന്നെ ഈ അല്ലാതെ തന്നെ പഠിക്കുമെന്നുള്ളതാണ് പുതിയൊരു കണ്ടുപിടുത്തം. എനിക്ക് ആ കണ്ടുപിടുത്തത്തോട് യോജിപ്പില്ല. മന്ത്രി എന്നുള്ള നിലയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പുസ്തകത്തിലും അക്ഷരമാല പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുക്കുകയും പ്രിന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് ഒരു വർഷം ഒരു 200 പുസ്തകം പുറത്തിറക്കാം കുട്ടികളുടെ. നമുക്ക് 14,000 സ്കൂളുണ്ട്, 45-47 ലക്ഷം കുട്ടികളുണ്ട്. അപ്പോൾ SCERTയുടെ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് ഞാനിപ്പോൾ സംസാരിച്ചു. 200 പുസ്തകങ്ങൾ ഏതെങ്കിലും സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം തിരഞ്ഞെടുത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ സൗജന്യമായി പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നതിന് ഞാൻ പോകുന്നു. കാരണം പല കുട്ടികൾക്കും പുസ്തകം എഴുതാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരിക്കും, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അടുത്ത വർഷം മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടിയെഴുത്തുകാരെ കൂടി ക്ഷണിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇന്നും നാളെയും നിങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുക. ടീച്ചർമാർ വന്നിട്ടുണ്ട്, രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ട്, അവരെല്ലാം കാണിക്കുന്ന താല്പര്യത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.